ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കിടിലൻ സാധനം അൺബോക്സ് ചെയ്യാൻ പോകണം കേട്ടോ. നിങ്ങൾ കണ്ട ഞെട്ടും. ഒരു കിടിലൊരു ബോക്സാണ്. കുറേ കാലത്തിന് ശേഷം നമ്മളൊരു ബോക്സ് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ഞെട്ടിയില്ല. ഞെട്ടാൻ മാത്രമായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല കേട്ടോ. കാരണം ഇത് നമ്മളെ വർക്കിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഇതൊരു ഫ്ലൂയിഡ് ഹെഡാണ്, നമ്മുടെ വീഡിയോ ഹെഡ് എന്നൊക്കെ പറയും. അതായത് നമ്മുടെ ട്രൈപോഡിനകത്ത് യൂസ് ചെയ്യുന്ന നമ്മുടെ യൂട്യൂബിലൊക്കെ വീഡിയോ എന്നവർക്ക് ചിലപ്പോൾ അറിയായിരിക്കും. ട്രൈപോഡിൻ്റെയൊക്കെ ഹെഡായിട്ടൊരു സംഭവം വയ്ക്കാറുണ്ട്. അതിപ്പോൾ എങ്ങനെ പറഞ്ഞു തരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ക്യാമറ ഫിക്സ് ചെയ്യുന്നത് ആ ഹെഡിലായിരിക്കും. അപ്പോൾ ആ ഹെഡാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് ക്യാമറ മൂവ് ചെയ്യിപ്പിക്കുന്ന എല്ലാം ആ ഹെഡിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതുപോലൊരു ഹെഡാണ് ഇത്രയും നാൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ ബോൾ ഹെഡാണ്. ബോൾ ഹെഡ് എന്ന് പറയുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബോൾ ഹെഡ് പെർഫെക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഫോട്ടോഗ്രാഫിക്ക് മാത്രമാണ്, അല്ലാതെ വീഡിയോഗ്രാഫിക്ക് പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളത് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പാടാണ്. അതായത് വർക്കൊക്കെ എടുക്കുമ്പോഴത്തേക്ക് നമുക്കതിങ്ങനെ മറ്റേതാകുമ്പം ഫ്ലൂയിഡ് ആകുമ്പോൾ നമുക്ക് സ്മൂത്തായിട്ട് തിരിക്കാനൊക്കെ പറ്റും. ഇതാകുമ്പം നമ്മുടെ കയ്യിലായിരിക്കണം ഫുൾ കൺട്രോൾ വരുന്നത്. അത് ഭയങ്കര നമുക്കൊരു എന്താ പറയുക, നമ്മൾ അത്രയും മാരകമായിട്ട് എഫേർട്ട് ഇടേണ്ടി വരും. അതാണ് ഈ ഒരു നമ്മുടെ ബോൾ ഹെഡിൻ്റെ ഒരു പ്രശ്നം വീഡിയോ എടുക്കുമ്പോൾ. അങ്ങനെയാണ് നമ്മൾ പ്രൊഫഷണൽ ട്രൈപോഡിൻ്റെ ഹെഡൊക്കെ നോക്കിയായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് 10-12 മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കി തപ്പി എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ ഒരു എന്തൊരു ബോഡി എന്ത് മെറ്റലാണെന്നൊന്നും അറിയത്തില്ല, പക്ഷേ പ്ലാസ്റ്റിക് അല്ല. അപ്പോൾ നമുക്ക് എന്തൊക്കെയായാലും ഇത് നോക്കാം. കാസ്റ്റിനോ അങ്ങനെ എന്തൊക്കെയാണെന്ന് തോന്നുന്നു. എന്താണ് സംഭവം എന്നറിയില്ല. എന്തെങ്കിലും ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് അതെങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, കുറേ പേർക്ക് ഉപകാരപ്പെടും കേട്ടോ. അതായത് ഒരു ഹെഡ് വാങ്ങിക്കണമെങ്കിൽ, നല്ലൊരു പ്രൊഫഷണൽ ഹെഡ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 10-12 രൂപ അടുപ്പിച്ചൊക്കെ ചിലപ്പോൾ റേറ്റ് വരും. ചിലപ്പോൾ ഒരു 7000-8000 ഒക്കെ വരും. ഇത് എനിക്ക് കിട്ടിയത് 3500 സംതിങ് ആണ്. 3500 കൂട്ടിക്കോളൂ, ചെറിയൊരു വ്യത്യാസം വരത്തുള്ളൂ. അപ്പോൾ അതിലാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചത്. അപ്പോൾ എന്തൊക്കെയായാലും ഇതിനകത്ത് എങ്ങനെയുണ്ട്, എന്തൊക്കെയുണ്ട്, കൊള്ളാമോ വെറുത്താണോ എന്നുള്ളത് ഞാൻ പൊട്ടിച്ച് നോക്കിയായിരുന്നു കേട്ടോ. പൊട്ടിച്ച് നോക്കി വന്നപ്പോൾ തന്നെ എനിക്കൊരു പേടി. കാരണം ഞാൻ ആദ്യം ഇത്രയും വലിയ ബോക്സ് ഉണ്ടെങ്കിൽ ഞാൻ വെച്ചത് ഒരു ഹെഡല്ലേ. അപ്പോൾ ഞാൻ ആദ്യം ഈ കമ്പി ഉണ്ടോ, ഈ ഒരു കമ്പിയുടെ സംഭവം ഞാൻ ഓർത്തില്ല. അല്ലാതെയാണ് ഞാൻ വിചാരിച്ചത് എന്താ അതിന് പാക്കറ്റ് മാറിപ്പോയെന്ന് അറിയാൻ വേണ്ടി ഞാൻ അപ്പോൾ തന്നെ പൊട്ടിച്ച് നോക്കിയായിരുന്നു കവർ. എന്തൊക്കെയാലും നമുക്കിത് അൺബോക്സ് ചെയ്ത് എന്തൊക്കെയാണ് അതിനകത്തുണ്ട്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് യൂസ്ഫുൾ എന്നൊക്കെ ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഗൈസ്. അപ്പോൾ നമ്മുടെ പെട്ടി നമുക്ക് പൊട്ടിക്കാം. ഒരു തെർമോക്കോളിൻ്റെ പീസൊക്കെ വെച്ച് സെറ്റ് ചെയ്താണ്ട് പറഞ്ഞത്. അതായത് ഒരു പ്രൊഫഷണൽ ഹെഡ് തന്നെയാണിതും. നമ്മുടെ വലിയ വലിയ കമ്പനികൾ പോലെ അല്ലാന്നേ ഉള്ളൂ. വലിയ വലിയ പ്രൊഡക്ഷൻ നടത്തുന്ന ഒരു കമ്പനിയുടെ ഒരു ഫീലൊന്നും നമുക്ക് ഇതിനകത്ത് കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ ഇത് ഞാൻ ആദ്യം നോക്കിയതാണ്. വേറെ കുഴപ്പമൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പ്രൊഫഷണൽ ആയിട്ട് തന്നെയാണ് അവർ ബിൽഡ് ചെയ്യുന്നത്. നല്ലൊരു ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഇതിനകത്ത്. ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ഹാൻഡിൽ വരുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഹാൻഡിലൊക്കെ എങ്ങനെ വെക്കണം എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. ആദ്യം കൊണ്ട് മാറ്റി വയ്ക്കാം ഹാൻഡിൽ. ഇതിനകത്തുള്ളൊരു ചെറിയൊരു ക്യാപ്പാണ് കേട്ടോ. ഇത് അതവിടെ ഇരിക്കട്ടെ. പിന്നെ ഇതിനകത്ത് നമുക്കൊരു ബേസ് പ്ലേറ്റ് വരുന്നുണ്ട്. ഈ ബേസ് പ്ലേറ്റ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് മേടിക്കുന്നവർക്ക് യൂസ് ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ ജിമ്പലിൽ വെച്ച് ക്യാമറ യൂസ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് ക്വിക്കായിട്ട് റിലീസ് ചെയ്ത് നമ്മൾ ഈ ട്രൈപോഡിലോട്ട് വെക്കുന്ന സമയത്ത് ഇത് നമുക്ക് ജിമ്പലിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അപ്പോഴത്തേക്കും നമ്മുടെ ക്യാമറയുടെ അടിയിൽ നിന്ന് ഇത് മാറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ ഗിമ്പലിൻ്റെ കൂടെ ഓൾറെഡി എനിക്കൊരു ഇത് കണക്കത്തൊരു ഇതുണ്ട്, ബേസ് പ്ലേറ്റ് ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അത് ഞാൻ ഇതിനകത്ത് വെച്ച് നോക്കിയായിരുന്നു. അപ്പോൾ എനിക്ക് ഹെഡിൽ കുഴപ്പമൊന്നുമില്ല, കറക്റ്റ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എനിക്ക് യൂസ്ഫുൾ അല്ല, പക്ഷേ വാങ്ങിക്കുന്ന എല്ലാവർക്കും ഇതിൽ വെച്ച് യൂസ് ചെയ്യേണ്ടതാണ്. ഇതും കൂടെ മാറ്റി വയ്ക്കാം. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം. ഇതാണ് നമ്മുടെ മെയിൻ ഹെഡ്. നമുക്ക് ഈ ബോക്സൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ബോക്സൊക്കെ മാറ്റി വയ്ക്കാം കണ്ടോ. ഇതാണ് നമ്മുടെ മെയിൻ ഹെഡ്. ഒന്ന് ഫോക്കസ് ചെയ്തോട്ടെ. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിൻ ഹെഡ് കണ്ടോ. അതായത് ഇതെന്തോ മെറ്റൽ, എനിക്ക് എന്താണെന്ന് ഞാൻ നോക്കട്ടെ. അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം എന്താണ് ഇതിൻ്റെ ഒരു മെറ്റൽ എന്നുള്ളത്. അത് ഞാൻ ഡീറ്റെയിൽസ് ബാക്കി നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ മെറ്റൽ ഏതാണെന്നുള്ളതൊക്കെ. എന്തൊക്കെയാലും മെറ്റലാണ് ഇത്, പ്ലാസ്റ്റിക് ഒന്നും അല്ല, മെറ്റൽ തന്നെ ഉണ്ടാക്കുന്നത്. പിന്നെ പ്ലാസ്റ്റിക്കായിട്ട് ഇതിൽ പറയാനുള്ളത് ഇവിടെ ചെറിയൊരു ഞട്ടിൻ്റെ ഈ ഒരു പിടി മാത്രം പ്ലാസ്റ്റിക് ഉണ്ട്. പിന്നെ ഇത് ഫൈബർ ഉണ്ട്. ഇവിടെ ഒരു പ്ലാസ്റ്റിക് ചെറുതായിട്ടുണ്ട്. അത് നമ്മുടെ ലോക്കിംഗ് സിസ്റ്റം. ഈ ലോക്ക് സിസ്റ്റം ഇതാണ് ചെറിയൊരു പ്ലാസ്റ്റിക്കാണ്. അത് പക്ഷേ കുഴപ്പമില്ല, നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ഉണ്ട്, നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്.
പിന്നെ ഇവിടെ ഒരു ലോക്ക് സിസ്റ്റം നമുക്ക് വരുന്നുണ്ട് ടൈറ്റ് ചെയ്യാനായിട്ട്. അത് ഈ അടിയിലത്തെ സാധനം റൊട്ടേഷൻ നിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്ന സാധനങ്ങൾ. ഇത് ഒരു ഹാൻഡിൽ, ഇത് സത്യത്തിൽ ഞാൻ പറഞ്ഞില്ല, ഈ ഒരു അടപ്പെന്ന് പറയുന്നത് നമ്മുടേത് ഞാൻ കാണിച്ചു തരാം. ഇത് ലൂസാക്കിയിട്ട് ഇച്ചിരി ടൈറ്റ് ആയിരിക്കും. നമ്മളിത് ട്രൈപോഡിൽ വെച്ചാലേ നമുക്കിത് കറക്റ്റ് വളയ്ക്കാനായിട്ട് പറ്റുള്ളൂ. നല്ല സ്പ്രിങ് ആയിരിക്കും. തിരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് തിരിച്ച് നമ്മൾ എങ്ങനെ വെച്ചാലും, അതായത് ക്യാമറ ഇങ്ങനെ താഴോട്ടാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തിരിച്ച് വരും കേട്ടോ. അങ്ങനെയാണിത് ഇതിനകത്ത് സ്പ്രിങ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് താത്ത് വെച്ചിട്ട് നമുക്കിത് ഇവിടെ ഇടേണ്ട ഒരു ക്യാപ്പാണ് ഇത്. അതൊരു ചെറിയൊരു ലൂസുണ്ട്, അതുകൊണ്ടാണ് അത് ഇളകി വന്നത് കേട്ടോ. ഞാൻ അത് പിന്നെ വെച്ചില്ല, അത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ഇരിക്കട്ടെ. അത് നമ്മൾ തിരിച്ച് വെക്കുക അത്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് ഇതിലൊരു ഹാൻഡിൽ വന്നിട്ടില്ലായിരുന്നോ? ഈ ഹാൻഡിൽ നമുക്ക് സത്യത്തെ ഈ രണ്ട് സൈഡ് പിടിപ്പിക്കാം കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. നമ്മുടെ ട്രൈപോഡിൽ ഇവിടെ നമ്മൾ ഞെട്ട് വെച്ച് നമ്മൾ ട്രൈപോഡിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് പിടിപ്പിക്കാം. അതായത് ഈ സൈഡ് ഉണ്ടോ, ഈ സൈഡിലും കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഈ സൈഡിലും പിന്നെ ഈ സൈഡിലും അതേ കണക്ക് തന്നെ, രണ്ട് സൈഡിലും. ഇതിൻ്റെ രണ്ട് സൈഡിലും ഇവിടെയും നമുക്ക് അത് വെക്കാനുള്ള ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ ഇഷ്ടം, നമ്മൾ ഏത് കൈയാണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച്. അത് സിമ്പിളാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മുറുക്കി കൊടുത്താൽ മതി. ജസ്റ്റ് ആ സൈഡിൽ വെച്ച് ഒന്ന് മുറുക്കി കൊടുത്താൽ തിരുള്ള പ്രശ്നമേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള കണക്ക് വെച്ച് മുറുക്കുക. അത് നമുക്ക് ഇഷ്ടമുള്ള കണക്ക് വെച്ചത് ഇവിടെ ഗ്രിപ്പുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് വെച്ചിട്ട് നമ്മൾ മുറുക്കി വയ്ക്കുക. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടാനുസരണം ഇത് നമുക്ക് പൊക്കാനും ഇതാക്കാനൊക്കെ പറ്റും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അതിൽ സിമ്പിളാണ്. പിന്നീട് നമുക്ക് ഇതിനകത്ത് പറയാനായിട്ട് ഇതൊന്ന് ഇളക്കിക്കോട്ടെ. ഇത് ഇളക്കി നമുക്ക് മാറ്റാം. ഇത് നമുക്ക് വേണ്ട, സത്യം പറഞ്ഞാൽ ഇത് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതൊരു നമുക്കൊരു കാലിത്തട്ട് പോലെ ഇങ്ങനെ കിടക്കും. അത് നമുക്ക് കൊണ്ടുപോകാനൊക്കെ ഭയങ്കര പാടായിരിക്കും അങ്ങനെ ഒരു സാധനമുണ്ട്. പക്ഷേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്മൂത്തായിട്ട് തിരിക്കാനും എല്ലാത്തിനൊക്കെ നല്ല എളുപ്പമാണ്. എന്നാൽ നമുക്ക് വെഡ്ഡിങ്ങിൻ്റെ ആവശ്യത്തിന് ഇത് വേണ്ട. അത് ഭയങ്കര ഒരു ബോറായിരിക്കും. ഇത് ഭയങ്കര ഒരു യൂസ്ഫുൾ അല്ല നമുക്ക് വെഡ്ഡിങ്ങിൻ്റെ കാര്യത്തിൽ. ഇനിയാണ് നമ്മുടെ ബേസ് പ്ലേറ്റ്. ഇതിനകത്ത് ക്യാമറ ഫിക്സ് ചെയ്യണം. അതൊക്കെ അറിഞ്ഞൂടാത്തവർ എൻ്റെ മുമ്പത്തെ വീഡിയോസിൽ ഞാൻ ഗിംബൽ സെറ്റ് ചെയ്യണ വീഡിയോയിലൊക്കെ ഈ ബേസ് പ്ലേറ്റ് എങ്ങനെ വെക്കാമെന്നൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നോക്കിയാൽ മതി. ഇനി നമ്മളിവിടെ ക്യാമറ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളിത് ഇതിനകത്ത് ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് ക്യാറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ. ഇത് നോക്കിയോ, ഇവിടെ കണ്ടോ, ഇതിലൊരു ആരോ മാർക്ക് ഇവിടെ കൊടുത്തേക്കും. ഇതിലൊരു കാണാൻ പറ്റുന്ന ഇവിടെ ഒരു ആരോ മാർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നേ കണ്ടോ. ഇവിടെ ആയിട്ടൊരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ആ ആരോ മാർക്കിൻ്റെ അവിടെ നിന്ന് ഇതിങ്ങനെ കയറ്റി വയ്ക്കുക. ഇത് കയറ്റി കഴിഞ്ഞാൽ ഇവിടെ ഒരു ലോക്കുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. ഇത് ഇവിടെ അകത്തൊരു ലോക്കുണ്ട് കണ്ടോ. ഈ ഒരു ലോക്ക് ഇവിടെ നീല ഞെക്കുമ്പോൾ അത് അനങ്ങുന്നുണ്ടോ, ആ ലോക്ക്. ഇതിപ്പോൾ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ആ ലോക്ക് വീണു. പിന്നെ നമുക്കിത് ഊരിയെടുക്കാനായിട്ട് പറ്റത്തില്ല. അതിന് നമ്മൾ ഈ നീല ഞെക്കി പിടിച്ചിട്ട് റിലീസ് ചെയ്തെടുക്കുക. ഇങ്ങനെ വെച്ച് നീല ഞെക്കുമ്പോൾ റിലീസ് ചെയ്യുക. നീല വിട്ട് കയറ്റി കഴിഞ്ഞാൽ ലോക്കായി. പിന്നെ ക്യാമറ ഇവിടെ നിന്ന് പോകുമെന്ന് പേടിക്കണ്ട. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഇവിടെ ഒരു ടൈറ്റ് ചെയ്യാനുള്ളതുണ്ട്. അപ്പോൾ ഈ ഒരു ഇത് വന്ന് ഇരുമ്പ് വന്നിട്ട് അതൊരു മെറ്റലാണ് കേട്ടോ. അവിടെ ഒരു മെറ്റൽ വെച്ചിട്ടുണ്ട്. ആ ഒരു മെറ്റൽ വന്ന് അതിൽ ലോക്കായിക്കോളും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഐറ്റം. കാരണം ഇത് ഞാൻ വാങ്ങിക്കാൻ കാരണമെന്ന് വെച്ചാൽ വർക്കിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മറ്റേത് വെച്ച് വർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബോൾ ഹെഡ് അത് യൂസ് ചെയ്യുന്നവർക്ക് അറിയാം. ബോൾ ഹെഡ് വെച്ചിട്ട് ഞാൻ എങ്ങനെ ഉപയോഗിച്ചെന്ന് ആലോചിക്കാൻ പോലും പറ്റത്തില്ല. കാരണം നമ്മൾ അത്രയും സ്ട്രെയിൻ ചെയ്ത് പിടിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയ്ക്കകത്ത് ഭയങ്കര ഒരു പ്രശ്നം വരും. എല്ലാ വീഡിയോസും നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യേണ്ടി വരും. സ്റ്റെബിലൈസേഷൻ ഇടാതെ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോകും. കാരണം ഗ്രൂപ്പുകളെല്ലാം നിന്ന് കുലുങ്ങുന്നൊരവസ്ഥ വരും. അപ്പോൾ അതെന്ത് ചെയ്യണം? അപ്പം നമ്മൾ അത്രയും കിടന്ന് മാരകമായിട്ട് ബാലൻസ് ചെയ്ത് പിടിക്കേണ്ട ഒരു അവസ്ഥ വരും. മനസ്സിലായില്ലേ? അങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ ഒരു ഐറ്റം വാങ്ങിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് പോയി പർച്ചേസ് ചെയ്യാം.
ഞാൻ യൂസ് ചെയ്യുന്ന ട്രൈപോഡിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, വേണമെങ്കിൽ പോയി വാങ്ങിക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.